ആലുവ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി ശിവരാത്രി വിളക്കിന് ശേഷം ആരംഭിച്ച ബലിതർപ്പണം ഇന്ന് ഉച്ചവരെ നടക്കും. തന്ത്രി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, ആലുവ ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയല്ലേ? വലിയ തിരക്കുണ്ടോ ഇപ്പോഴും അവിടെ? മായ, ശിവക്ഷേത്രത്തിൽ ഈ ആലുവ പുഴയുടെ തീരത്തുള്ള ബലിതർപ്പണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശിവരാത്രി ദിനം മുതൽ ആരംഭിച്ചതാണ്. ഇത് നാളെ വരെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ശിവരാത്രി ബലിതർപ്പണം ഇന്ന് ഉച്ചവരെയാണ് നടക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ഈ 12 മണിയോടുകൂടി നടന്ന ശിവരാത്രി വിളക്കോടുകൂടിയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായത്. പിന്നീട് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണം അത് ഇന്ന് ഉച്ചവരെ തുടരും. എന്നാൽ നാളെ അമാവാസി ദിനമായതുകൊണ്ട് തന്നെ നാളെയും ബലിതർപ്പണം തുടരും എന്നുള്ളൊരു കാര്യമാണ്. നാളെയും ബലിതർപ്പണം നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ശിവരാത്രി ദിനമായതുകൊണ്ട് തന്നെ രാത്രി ഉറക്കമൊഴിച്ച് ഈ ശിവഭജനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി ഭക്തരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മണപ്പുറത്ത് ബലിതർപ്പണം കൂടി നടത്തിയതിന് ശേഷം ആളുകൾ മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 116ഓളം ബലിതറകളാണ് ഇത്തവണത്തെ ശിവരാത്രി ഉത്സവങ്ങളോട് ബന്ധപ്പെട്ട് ആലുവയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം ഒരേ സമയം തന്നെ 1000-ലധികം പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമായിരുന്നു ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്താനും അതിനുശേഷം ആലുവ പുഴയിൽ കുളിച്ച് മറ്റ് ചടങ്ങുകളിൽ കൂടി ഭാഗമാകാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. രാത്രി ഈ ശിവരാത്രി വിളക്കും അതോടൊപ്പമുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഈ ബലിതർപ്പണം കൂടി നടക്കുകയാണ്. ബലിതർപ്പണം നടന്നതിന് ശേഷം ഇനി നാളെയും, അതായത് അമാവാസി ദിനമാണ്, നാളെയും ബലിതർപ്പണം നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ ആലുവയിൽ ഒരുക്കിയിട്ടുണ്ട്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആലുവ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം ഇപ്പോഴും തുടരുകയാണ്.